ഹായ്. ഇന്നൊരു കഥ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാൻ ആഗ്രഹിച്ച അലക്സാണ്ടർ ചക്രവർത്തിയെ. ഒരിക്കൽ ഗ്രീക്ക് തത്വചിന്തകനായ ഡയോസിനീസ് അലക്സാണ്ടറിനോട് ചോദിച്ചു, അലക്സാണ്ടർ, ഈ ലോകം മുഴുവൻ കീഴടക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അലക്സാണ്ടർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പോകുന്നുവെന്നോ? ഈ ലോകം മുഴുവൻ കീഴടക്കിയതിനു ശേഷം ഞാൻ വിശ്രമിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ഡയോസിനീസ് പൊട്ടിച്ചിരിച്ചു. അലക്സാണ്ടർ, ഈ ലോകം മുഴുവൻ നേടിയതിനു ശേഷം മാത്രമേ വിശ്രമിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്നെ നോക്ക്, ഒന്നും നേടാതെയും യാതൊന്നിനും വിജയം നേടാതെയും ഞാൻ നോക്കിക്കേ അക്ഷരാർത്ഥത്തിൽ വിശ്രമിക്കുക തന്നെയല്ലേ? അലക്സാണ്ടർ അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശരിയാണ്, യാതൊന്നും ചെയ്യാതെ നദീതീരത്ത് യാതൊരു ഭയപ്പാടുമില്ലാതെ കിടന്നുറങ്ങിയും പ്രഭാതത്തിൽ സൂര്യകിരണങ്ങളിൽ കുളിച്ചും യാതൊരു കൂസലുമില്ലാതെ ഒരു ലഹരി പിടിച്ചവനെ പോലെ ഡയോസിനീസ് വിശ്രമിക്കുക തന്നെയായിരുന്നു. അലക്സാണ്ടർ, നിങ്ങളൊരു വിഡ്ഢിയാണ്. ഈ ലോകം മുഴുവൻ കീഴടക്കുകയും വിശ്രമവും തമ്മിൽ എന്താണ് ബന്ധം? എന്നെ നോക്ക്, യാതൊന്നും നേടാതെ എത്ര പരിപൂർണനായി ഞാൻ വിശ്രമിക്കുകയാണ്. അലക്സാണ്ടറിനും അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യൻ തീർത്തും വിശ്രമിക്കുക തന്നെയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിലും മുഖത്തിലെ പ്രകാശത്തിലും എല്ലാം നേടിക്കഴിഞ്ഞവന്റെ ഭാവമുണ്ടായിരുന്നു. അലക്സാണ്ടർ തുടർന്നു, ഡയോസിനീസ്, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് അസൂയ തോന്നുന്നു. എനിക്കും നിങ്ങളെപ്പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അതിന് കഴിയുകയില്ല. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകം മുഴുവൻ നേടാതെ മരിച്ചുവെന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡയോസിനീസ് തുടർന്നു, ശരി, നിങ്ങൾ എന്തായാലും ലോകം മുഴുവൻ കീഴടക്കാൻ പോകുന്നതല്ലേ? പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയാം. പോകുന്ന വഴിക്ക് പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ പറയാതെ നിർവാഹമില്ല. അലക്സാണ്ടർ, നിങ്ങൾ ഈ ലോകം മുഴുവൻ കീഴടക്കുന്നതിന് മുൻപ് മരിക്കും. ശരിയാണ്, അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകം മുഴുവൻ തന്റെ അധീനതയിലാക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചുപോയി. ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം മരണപ്പിടച്ചിലോടുകൂടി ഡോക്ടർമാരോട് തന്റെ ജീവൻ തന്റെ ജന്മനാട്ടിലെത്തി അമ്മയെ കാണുന്നത് വരെ നീട്ടിക്കിട്ടണമെന്നും അതിനുവേണ്ടി താൻ ഈ ലോകത്തിൽ നിന്ന് നേടിയ എന്ത് തന്നെ വേണമെങ്കിലും നൽകാമെന്നും ഡോക്ടർമാരോട് അപേക്ഷിക്കുകയുണ്ടായി. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അലക്സാണ്ടർ, നിങ്ങൾ എന്ത് തന്നെ തരാമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ശ്വാസം ഒരു മിനിറ്റ് പോലും നീട്ടിക്കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അലക്സാണ്ടർ മരണപ്പിടച്ചിലോടുകൂടി പറഞ്ഞു, ഈ ലോകത്ത് ഞാൻ എന്ത് നേടാൻ വേണ്ടിയാണോ വിശ്രമമില്ലാതെ പോരാടിയത് അവയൊക്കെയും തന്നെയും തിരിച്ച് ദാനമായി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും എന്റെ ശ്വാസം ഒരു മിനിറ്റ് പോലും നീട്ടിക്കിട്ടുവാൻ എനിക്ക് കഴിയില്ല. ഞാൻ എന്ത് വിഡ്ഢിയായിരുന്നു. ഡയോസിനീസ് പറഞ്ഞത് എത്രമാത്രം ശരിയായിരുന്നു.